ഈ ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൂടി എരിഞ്ഞടങ്ങുന്നു. പുതിയ വത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായി 2024 ആഗതമാകുന്നു. പരമ്പരാഗത ആഘോഷവേദികളും യുവതയുടെ പുതിയ സങ്കേതങ്ങളും അർദ്ധരാത്രിയോടെ ആവേശത്തിൻ്റെ കൊടുമുടി കയറും. തിരുവനന്തപുരത്തെ ശംഖുമുഖവും ഫോർട്ട് കൊച്ചിയും കോഴിക്കോട് ബീച്ചുമൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷവേദികളാകും. പുതുവത്സരപ്പിറവി ലഹരി മുക്തവും അപകടരഹിതവുമാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സംസ്ഥാനത്തെ പോലീസ്. പെട്രോൾ പമ്പുകൾ അതിനിടയിൽ ഇന്ന് രാത്രി 8 മണിക്ക് അടച്ചിടും എന്ന പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. നമുക്കറിയാം പുതുവത്സര ആഘോഷം എങ്ങനെയൊക്കെ ആയിരിക്കും കേരളത്തിൽ നടക്കുക എന്നറിയാൻ നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. ഈ പ്രഭാതത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, അതുപോലെ ശംഖുമുഖത്താണ് പ്രതീഷ് ഉള്ളത്, കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, ഡൽഹിയിൽ നിന്ന് R അച്യുതൻ എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് ശംഖുമുഖത്തേക്ക് പോകാം. അവിടെ ഇന്ന് സായാഹ്നം ശംഖുമുഖം ഇളകി മറിയും, അടിച്ചുപൊളി. നിങ്ങൾക്കറിയാമല്ലോ, കടലാക്രമണം കൊണ്ട് ശംഖുമുഖം തീരമൊക്കെ കുറച്ച് പോയി തുടങ്ങി. എന്നാലും ശംഖുമുഖത്ത് ഒരുപാട് ആളുകൾ എത്തിച്ചേരും. MG പ്രതീക്ഷിച്ചിരുന്നു ശംഖുമുഖത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ശംഖുമുഖത്ത് എന്തായിരിക്കും കാഴ്ചകൾ? ഇപ്പോൾ തന്നെ രാവിലെ ആളുകൾ പ്രഭാത സവാരിക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. 2023 അവസാന സൂര്യോദയം കാണാൻ എത്തിയതാണ് ശംഖുമുഖം കടപ്പുറത്ത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതുവർഷ രാവിനെ വരവേൽക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ശംഖുമുഖവും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. ശംഖുമുഖം, കോവളം, വർക്കല കടപ്പുറങ്ങളിലടക്കം ഇന്ന് വലിയ തരത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചും വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. നേരത്തെ ഈ ശംഖുമുഖം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശംഖുമുഖം, ഇവിടെയൊക്കെ തന്നെ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കടലാക്രമണത്തെ തുടർന്നായിരുന്നു ഇവിടേക്കുള്ള യാത്രയടക്കം നിരോധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സഞ്ചാരികൾക്കും ഒപ്പം ഇവിടെ എത്തുന്ന യാത്രക്കാർക്കൊക്കെ തന്നെ ഈ ബീച്ചിലെത്തുകയും ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ശംഖുമുഖത്തുണ്ട്. രാവിലെ തന്നെ ഈ നടക്കുന്നതിനും ഒപ്പം ഈ സൂര്യോദയം കാണുന്നതിനും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് രണ്ട് അതിഥികളെ നമ്മൾ കണ്ടിരുന്നു. 2 ഫാമിലി. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരാണ്. ഇതാ രാജീവ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ISROയിലെ ശാസ്ത്രജ്ഞനാണ്. വലിയമല ISROയിൽ ജോലി ചെയ്യുന്നു. ഭാര്യ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയാണ്. നമ്മളുടെ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളും കേരളവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അനുഭവങ്ങളുമൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. 2024 is coming. How do you feel? Yeah, I feel so nice, and morning itself climate so well. And while I coming here, no, I feel so healthy that time. That wind blowing and that breeze, I like so much. So here atmosphere I like a lot. So much good. I think you are both living in Kerala last 8 years. How do you feel in Kerala culture? He is living in Kerala last 8 to 12 years, but I coming here 2-3 after marriage only I came here. So now I don't want to go another city, because last year I was in Mumbai. There traffic and pollution a lot. Always development is going on. No, so that all full life means stuck in traffic. But here all things so organized, and we have this city is so lucky because sunset and sunrise both we can see through that water. You know any Malayalam words? Yeah, I learned Sukhamano and Kaicho, Chor Kaicho, like that. ഓക്കെ, SKN ഇവർ പറയുന്നത് പോലെ തന്നെ, കാരണം കേരളത്തിലെ ഈ ഒരു ഫെസ്റ്റിവൽ കൾച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കടക്കം പറയാനുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു ആഘോഷങ്ങളാണ് തലസ്ഥാന നഗരി കാത്തിരിക്കുന്നത്. മാനവീയം വീഥിയിലടക്കം വലിയ ആഘോഷങ്ങൾ രാത്രി നടക്കുന്നുണ്ട്. അതേസമയം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനൊപ്പം വലിയ നിയന്ത്രണങ്ങളും ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പുതുവത്സര ആഘോഷത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷ കണക്കിലെടുത്ത് 1500 പോലീസുകാരെയാണ് വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കോവളം ബീച്ചിലാണ്. ഇവിടെ പ്രത്യേക പോലീസിന്റെ കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. മാത്രമല്ല ഈ പലയിടങ്ങളിലും മഫ്തിയിലടക്കം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ലഹരിക്കെതിരെ വലിയ തരത്തിൽ ഒരു പരിശോധനകൾ ശക്തമാക്കുമെന്നതാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ലഹരി കൈമാറ്റം ഒപ്പം ലഹരി ഉപയോഗം, ഇതിനെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും. എന്തായാലും ഈ നിയമം പാലിച്ചുകൊണ്ട് വലിയ നല്ല സുരക്ഷിതമായ രീതിയിൽ പുതുവത്സരം ആഘോഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് SKN തിരുവനന്തപുരത്ത് നിന്ന് പറയാനുള്ളതും ഒപ്പം തിരുവനന്തപുരത്തെ കാഴ്ചകളും. MG പ്രതീഷ്, യഥാർത്ഥത്തിൽ ശംഖുമുഖത്ത് കടപ്പുറത്ത് അവിടെ തീരത്ത് ബീച്ചിൽ നിൽക്കുമ്പോൾ തിരയിലേക്ക് തന്നെ നോക്കി നിന്നോളൂ. അവിടെ ഒരു ഡയലോഗുണ്ട് വയലാറിൻ്റെ, കടലിലെ മോഹവും കരളിലെ മോഹവും കടലിലെ ഓളവും അടങ്ങുകില്ല ഓമനെ. ജമീനി കേട്ടതാ കേട്ടോ.
ഓക്കെ, തീർച്ചയായിട്ടും അതാണ് നമ്മുടെ അവസ്ഥ. പുതുവത്സരത്തിൻ്റെ തിരയിളക്കം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, യഥാർത്ഥത്തിൽ ഇന്ന് വൈകുന്നേരം അവിടെ ഇളകി മറിയും ഫോർട്ട് കൊച്ചി. കാര്യം ഫോർട്ട് കൊച്ചി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും പുതുവത്സര ആഘോഷം നടക്കുന്ന 2-3 സ്ഥലങ്ങളിലെത്തൽ അതിലൊന്നാണ് ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പ്രഭാതത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അവിടെ ആൾക്കാർ എത്തി തുടങ്ങിയില്ലല്ലോ അല്ലേ? രാവിലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ആളുകൾ എത്തിത്തുടങ്ങി. കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സരാഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി കാർണിവൽ. ഇവിടെ നമുക്ക് തൊട്ടു പിറകിലുള്ളത് പാപ്പാഞ്ഞിയാണ്. ഇത്തവണത്തെ പാപ്പാഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം മോദിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞ് പല വിവാദങ്ങളും പൊല്ലാപ്പും ഉണ്ടായോ കഴിഞ്ഞ വർഷം. ഇത്തവണ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് പുതിയ ഒരു രൂപത്തിൽ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തവണ നീല പാൻറ്റും നീല തൊപ്പിയും പച്ച ഉടുപ്പും ഒക്കെ അണിഞ്ഞ് പൂക്കളേന്തിയ പോർച്ചുഗീസ് അപ്പൂപ്പൻ, ഇതാണ് ഇത്തവണത്തെ പാപ്പാഞ്ഞിയുടെ രൂപകൽപ്പന. ഇതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഈ പാപ്പാഞ്ഞി പൂർണ്ണ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഫോർട്ട് കൊച്ചിയുടെ ഈ പരേഡ് ഗ്രൗണ്ടിന് മുമ്പിൽ പാപ്പാഞ്ഞി എത്തുമായിരുന്നു. പക്ഷേ ഇത്തവണ ആ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വളരെ താമസിച്ചു. അതായത് തൊട്ട് തലേ ദിവസം മാത്രമാണ് പാപ്പാഞ്ഞിയെ ഒരുക്കിയത്. ഇപ്പോഴും ആളുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പാപ്പാഞ്ഞിയെ ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിക്കുന്ന സമയം മുതൽ തന്നെ ആളുകൾ സെൽഫികളുമായി ആളുകൾ ഈ പാപ്പാഞ്ഞിയുടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ ആൾക്കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. രാത്രി 12 മണിക്കാണ് ഈ സംഭവ ബഹുലമായ 2023 ടാറ്റ പറഞ്ഞയച്ച് നമ്മൾ പാപ്പാഞ്ഞിക്ക് തീ കൊളുത്തുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തെത്തുന്നുണ്ട്. ഒരു കുഞ്ഞുകുട്ടി, ഹലോ, ഹായ്, ഇതാരാ? പാപ്പാഞ്ഞിയെ കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? കഴിഞ്ഞ വർഷത്തെയാണോ ഈ വർഷത്തെ പാപ്പാഞ്ഞിയാണോ അടിപൊളി? ഈ വർഷത്തെയാണോ? കൂടെ ആരാ ഉള്ളേ? അച്ഛനാണോ? ഓക്കെ. എങ്ങനെയുണ്ട് പാപ്പാഞ്ഞി? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ആദ്യമാണോ ഫോർട്ട് കൊച്ചിയിൽ ഈ കാർണിവൽ കാണാൻ വരുന്നത്? ഇവിടെ തന്നെയാണ് സ്ഥലം. അപ്പൊ പിന്നെ എല്ലാ വർഷവും ഫോർട്ട് കൊച്ചി കാണാൻ വരാറുണ്ട്? ശരി. അപ്പൊ അങ്ങനെ ഈ ആളുകൾ ഒരുപാട് പേർ. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷമൊക്കെ? ഗംഭീരാക്കല്ലേ? വളരെ ഗംഭീരമാക്കുള്ള പരിപാടിയാണ്. ഞങ്ങൾ പ്രദേശവാസികൾ തന്നെയാണ്. ഇപ്രാവശ്യം ഒരുപാട് ജനങ്ങൾ വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഭയങ്കര കർശനമായിട്ടുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആളുകളൊക്കെ വന്നപ്പോൾ ഒരു വിപണിയൊക്കെ ഒന്ന് ഉണർന്ന് ഉഷാറായി അല്ലേ? ഉഷാറായിട്ടുണ്ട് തീർച്ചയായിട്ടും. രാവിലെ തന്നെ ആളുകൾ ഇവിടെ പരിസരത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയോടെ തന്നെ പോലീസ് ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12 മണിക്ക് തന്നെ നിർത്താനുള്ള പരിപാടിയാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ആളുകൾ, നമ്മൾ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ആളുകൾ രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ അറിയാം, ഇവിടെ വർണ്ണ കാഴ്ചകൾ ഒരുക്കി ആളുകളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ സംഘാടകർ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ആളുകൾ വലിയ തോതിൽ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാനുമായിട്ട് ഇങ്ങോട്ട് എത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വാണിജ്യ വിപണി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവരുടെ മുൻകാലത്തെ അനുഭവം അനുസരിച്ചിട്ട് മുൻകാലങ്ങളിൽ ആൾ കുറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ഒരു സാമ്പത്തികമായ പ്രശ്നം നേരിട്ടിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നുമില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കൂടുതൽ ആളുകൾ എത്തുന്നതുകൊണ്ട് അവർക്കും വലിയ സന്തോഷമാണ്. എന്തായാലും വലിയ നിയന്ത്രണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പരേഡ് ഗ്രൗണ്ടിൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത്. പാപ്പാഞ്ഞിയെ തീ കൊളുത്തുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് ഈ പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെ ഏകദേശം 40,000 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് ഈ പരേഡ് ഗ്രൗണ്ടിലെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് ചുറ്റും വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ പോലീസ് പല ബ്ലോക്കുകളായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെ ഒരുമിച്ച് കൂടുതൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, അതായത് ഈ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ദേഹാസ്യം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരേഡ് ഗ്രൗണ്ടിനുള്ളിൽ തന്നെ പല ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ രാത്രി 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ആളുകളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ഇവിടെ ചില കലാപരിപാടികൾ, ചെറിയ കലാപരിപാടികളൊക്കെ ആയി 12 മണിക്ക് ശേഷവും ആഘോഷ പരിപാടികൾ തുടരും. 1 മണി വരെയൊക്കെ തുടങ്ങും. അങ്ങനെ ആളുകൾ സ്വയം മെല്ലെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് തന്നെ പല കവാടങ്ങളും പോലീസ് തുറന്നിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണി വരെ മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതിനിപ്പോൾ തന്നെ 1000-ലധികം പോലീസുകാരെയും ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. സ്കേൻ. താങ്ക് യു. ഇനി കോഴിക്കോട് ബീച്ചിൽ നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. പറയൂ മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കേൻ.
തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കാഴ്ച പോലെ തന്നെ 2023 വിട ചൊല്ലാൻ കോഴിക്കോടും ഒരുങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. സാധാരണ ഇവിടെ ഉള്ള ആളുകൾ പ്രഭാത നടത്തത്തിന് എത്തുന്നതിനേക്കാൾ കൂടുതൽ ഇന്നിപ്പോൾ ആളുകൾ ഇവിടെയുണ്ട്. നിയന്ത്രണങ്ങൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും സമാനമായ രീതിയിൽ തന്നെ നിയന്ത്രണങ്ങൾ കോഴിക്കോട് ബീച്ചിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ തന്നെ ഇങ്ങോട്ടുള്ള സന്ദർശകർക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ചരക്കു വാഹനങ്ങൾ കോഴിക്കോട് നഗരത്തിലേക്ക് കടക്കുന്നതിന് രാവിലെ മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. മാത്രമല്ല പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ച് ആരെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ഇവ മാറ്റാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. എനിക്കിപ്പം കുറച്ച് പേര് ഇവിടെയുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവരുടെ ഒരു ന്യൂ ഇയർ ആഘോഷം എന്ന്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ആഘോഷമൊക്കെ? ആഘോഷം നന്നായിട്ട് പോകുന്നു. രാവിലെ ബീച്ച് വന്നു, തകർത്ത് വാരി നോക്കി നിൽക്കുന്നു. ഇന്ന് വൈകിട്ട് അടുത്ത പോകണം, കൊച്ചിക്ക് പോകണം. കൊച്ചിയിലാണോ? ഇന്ന് കൊച്ചിയിൽ ആഘോഷം. കോഴിക്കോട് പറഞ്ഞാണോ? അല്ലല്ല, ഇടുക്കിയിൽ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. എങ്ങനെ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നവരാണ്. ഓക്കെ, അതെ 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 കൊച്ചിൻ പിന്നാലെ കണ്ട് അതിനുശേഷം നാട്ടിൽ അടിച്ചു പൊളിക്കും. എന്താണ് എങ്ങനെ? ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്നതാണ്. ഇവിടെ നിങ്ങൾ കോഴിക്കോട് ഉണ്ടാവില്ല, കൊച്ചി തന്നെ ആയിരിക്കും. ഞങ്ങൾ കൊച്ചിക്ക് പോകും. തീർച്ചയായും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവർ ഈ ഒരു കല്യാണത്തിനായി വന്ന ആളുകളാണ് കോഴിക്കോട്ട്. അതുകൊണ്ട് കൊച്ചിയിൽ പോയിട്ടാണ് ഇന്ന് പുതുവത്സരാഘോഷത്തിൽ ഇവർ പങ്കെടുക്കുക. എന്തായാലും അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. അടിച്ചു പൊളിക്കുന്നതിനൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാതെ ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് കോഴിക്കോട്ടെ ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് വെക്കുന്നത്. അതിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ജില്ലയിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകുന്നേരം 3 മണി മുതൽ തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN. ഇന്ന് പുതുവത്സരാഘോഷത്തിൽ മിഥില പങ്കെടുക്കുന്നുണ്ടോ കോഴിക്കോട്? തീർച്ചയായും ബീച്ചിലായിരിക്കും ഉണ്ടാവുക. കോഴിക്കോട്ടെ ആഘോഷം നടക്കുക സാധാരണ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് തന്നെയാണ്. സൗത്ത് ബീച്ചുണ്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന ബീച്ചുണ്ട്, ഒപ്പം തന്നെ ബട്ട് റോഡ് ബീച്ച്. ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ആഘോഷം ഉണ്ടാവുക. എന്തിനായാലും ഈ 3 ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഞാനും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുചേരും. SKN. വിപുലമായ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കോഴിക്കോട് ബീച്ചിൽ മിഥിലയും ചേരുക. മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്ന പുതുവത്സര ആഘോഷങ്ങൾ ഇന്ന് പ്രേക്ഷകർ എത്തിക്കും. ഞാനും ആഷ്മിയും വിജയകുമാറും നമ്മുടെ പ്രിയപ്പെട്ട അവതാരകരെല്ലാം ഇന്ന് അണിനിരക്കുന്നുണ്ട്. അതായത് ഈ പുതുവത്സരം പിറക്കുന്നത് വരെ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പോൾ അത് കാത്തിരുന്നുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മാത്രമല്ല ഫ്ലവേഴ്സിലും ഇന്ന് ഒരുപാട് പരിപാടികൾ. DB നൈറ്റ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ബാൻഡുകളും ജോബ് കുര്യൻ, ഗംഗ, അതായത് മറ്റുള്ള ചില ഗായകരവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ ഇന്ന് രാത്രി 10 മണിക്ക് മുതൽ കാണാം. 12 വരെ ഈ പരിപാടി നീണ്ടുപോകും. 2.5 മണിക്കൂർ നിങ്ങൾക്ക് തകർക്കാം ഫ്ലവേഴ്സിൽ. മാത്രമല്ല 24-ലും കുറേ പ്രോഗ്രാംസ് ഉണ്ട് ന്യൂ ഇയർ പ്രമാണിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഡൽഹിയിലേക്കാണ്. നിങ്ങൾക്കറിയുന്നതുപോലെ P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയായ കവിയുടെ കാൽപ്പാടുകൾ, ഈ പുസ്തകത്തിലൊരു പ്രയോഗമുണ്ട്. 4 പാടും നീല മേലാപ്പ് കിട്ടിയതുപോലെ എന്നൊരു പ്രയോഗം. ആ പ്രയോഗത്തെക്കുറിച്ച് ഞാൻ ഓർക്കാൻ കാര്യം ഇപ്പോൾ ഡൽഹിയുടെ അവസ്ഥ അതാണ്. 4 പാടും പുകമഞ്ഞിൻ്റെ മേലാപ്പ് കിട്ടിയ പോലെ ഒരു മഹാനഗരമാണ് ഇപ്പോൾ ഡൽഹി. അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പുകമഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഡൽഹിയിൽ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് SKN. പുകമഞ്ഞ് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അതിശൈത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് വരുന്ന 2 ദിവസത്തേക്ക് ഈ അതിശൈത്യ തരംഗത്തിനുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ താപനില 9 ഡിഗ്രിക്ക് താഴെയിലേക്ക് അന്തരീക്ഷ താപനില താഴ്ന്നൊരു ഘട്ടമുണ്ടായി. പലയിടങ്ങളിലും മൂടൽമഞ്ഞ് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ട്രെയിൻ ഗതാഗതം, വ്യോമഗതാഗതം എല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് ഇന്ന് ഈ ഒരു പുതുവത്സരം ആഘോഷിക്കുവാൻ കൂടി എല്ലാവരും ഒരുങ്ങുന്നത്. രാവിലെ ഈ അതിശൈത്യത്തിൻ്റെ പിടിയിലാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും കാണുന്നത്. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന കൊണോട്ട് പ്ലേസ് എന്ന് പറയും. ഇവിടെയാണ് ഈ പ്രധാനമായിട്ടും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഔട്ടർ സർക്കിളിലാണ് SKN. ഇതിനകത്തേക്ക് പോകുമ്പോൾ അകത്തേക്കാണ് ഈ സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുക. ഇവിടെ ഇന്നലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ നിരത്തി, അതായത് ഈ അകത്ത സർക്കിളിലേക്ക് കടക്കുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ പാർക്കിംഗ് എല്ലാം ആ കാര്യങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ട്രാഫിക് റൂൾസും ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുവാൻ പാടില്ല, ഒപ്പം തന്നെ അമിത വേഗത ഒന്നും തന്നെ പാടില്ല. ഒപ്പം നോയിഡ ഈ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നിരോധനാജ്ഞ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ന്യൂ ഇയർ അനുബന്ധിച്ചാണ് അത്തരമൊരു നിരോധന ആജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്നുള്ളത് SKN,
ഇവിടെ ഈ ഡ്രോണുകൾ, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഡ്രോണുകൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. കാരണം സുപ്രധാനമായ പല ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആഘോഷ രാവുകളിൽ ആഘോഷം മതിമറന്നുകൊണ്ട് ഇത്തരമൊരു ഡ്രോൺ ഉപയോഗിക്കുവാനോ മറ്റൊരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആഘോഷങ്ങൾ മാറുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ്. മറ്റൊരു കാര്യം, കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗവും ഡൽഹി പോലീസും അടക്കമുള്ള സംഘമാണ് ഇത്തവണത്തെ പുതുവത്സര ആഘോഷങ്ങൾക്ക് നിയന്ത്രണമൊരുക്കുക. കഴിഞ്ഞ തവണ വലിയ വിപുലമായ ഒരു ആഘോഷങ്ങൾക്ക് വേദിയായ ഒരിടമാണ് കൊണോട്ട് പ്ലേസ്. ഇത്തവണയും അതിന് യാതൊരു കുറവും വരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും രാത്രിയോടുകൂടിയായിരിക്കും ഇവിടെ ഒരു ആഘോഷങ്ങൾ തുടങ്ങുന്നത്. കാരണം ഒരു 9 മണിയോടുകൂടി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. തുടർന്നായിരിക്കും വിപുലമായ ആഘോഷങ്ങളിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ. ഡൽഹിയിലെ കണ്ണാട്ട് പ്ലേസിൽ നിന്നാണ് അച്യുതൻ നമുക്കൊപ്പം ചേർന്നത്. അവിടെ ആ കണ്ണാട്ട് പ്ലേസ് നമ്മളിപ്പോൾ കാണിച്ച സ്ഥലത്ത് അവിടെ ഒരു മദ്രാസ് കഫേ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ കയറി. എനിക്ക് തോന്നുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഹോട്ടലായിരുന്നു അത്. അവിടെ കയറി നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആൾക്കാരൊക്കെ നല്ല മസാല ദോശ കഴിക്കുന്ന സ്ഥലമായിരുന്നു അത്. എന്തായാലും ഇന്ന് ഡൽഹിയും അടിച്ചു പൊളിക്കും. പുതുവത്സരം മഞ്ഞും തണുപ്പും ഒക്കെ വളരെ കൂടുതലാണ്. അതിശൈത്യത്തിലാണ് ഡൽഹി ഇപ്പോൾ. 4-6 ഡിഗ്രിയൊക്കെ ആയിട്ട് ഡൽഹി വിലസുകയാണ് ഇപ്പോൾ തണുപ്പിൽ. ഈ ശൈത്യം താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ ഡൽഹിക്കാർ ഇതും കടന്നു പോകും. അവരിന്ന് ആഘോഷങ്ങൾ അടിച്ചു പൊളിക്കും. അപ്പോൾ ലോകമെമ്പാടും, ലോകത്തിൻ്റെ പല രാജ്യങ്ങളും, ന്യൂയോർക്ക് പോലെയുള്ള മഹാനഗരങ്ങളിലും ഒക്കെ ഇന്ന് പുതുവത്സരാഘോഷം നടക്കും. 24 5-ന്റെ വജ്രത്തിളക്കം.